ശ്രീകൃഷ്ണ ഭഗവാൻ മയൂരധ്വജ രാജാവിനെ പരീക്ഷിച്ച ഒരു കഥ കേൾക്കാം. മയൂരധ്വജ രാജാവ് ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരൻ രാജാവായതിനു ശേഷം അശ്വമേധം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കുതിരയെ അഴിച്ചു വിട്ടു. പാണ്ഡവന്മാരുടെയൊക്കെ ബലം അറിയുന്നതുകൊണ്ട് ഒരു രാജാക്കന്മാരും ആ കുതിരയെ പിടിച്ചു കെട്ടിയില്ല. വേദപണ്ഡിതനായിരുന്ന മയൂരധ്വജ രാജാവിൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആ അശ്വത്തെ പിടിച്ചു കെട്ടി. വളരെ പണ്ഡിതനും ജ്ഞാനിയും പ്രജാതൽപരനുമായിരുന്നു അദ്ദേഹം. എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്ത് മയൂരധ്വജ രാജാവിനെ പരാജയപ്പെടുത്താനാണ് അർജുനൻ അപ്പോൾ തീരുമാനിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണനും അർജുനനും കൂടി വേഷം മാറി മയൂരധ്വജ രാജാവിന് മുമ്പിലെത്തുകയാണ്. ബ്രാഹ്മണ വേഷമാണ് അവർ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ബ്രാഹ്മണരെ കണ്ടപ്പോൾ രാജാവ് വേഗം അവരെ സ്വീകരിച്ചിരുത്തി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രാജാവിനോട് പറയുകയാണ്, ഞങ്ങൾക്കൊരു സങ്കടം പറയാനുണ്ട്. അങ്ങയുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു കൊടും കാട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ പുത്രനെ കടുവ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ പിന്നാലെ ചെന്നപ്പോൾ കുട്ടിയുടെ പകുതി ശരീരം കടുവയുടെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കടുവയോട് അപേക്ഷിച്ചു കുട്ടിയെ വിട്ടുതരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നിർത്തി. അപ്പോൾ രാജാവ് പറയണം, എന്തായാലും ബാക്കി പറയൂ, സങ്കടം നിവൃത്തി ഞാൻ വരുത്തിച്ചു തരാം, എന്തായാലും ബാക്കിയും കൂടെ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തുടരുകയാണ്, ജീവനോടെ കുട്ടിയെ തരണമെങ്കിൽ മയൂരധ്വജ രാജാവിൻ്റെ പകുതി ശരീരം എനിക്ക് ലഭിക്കണം എന്നാണ് ആ കടുവ പറഞ്ഞത്. ഉടനെ തന്നെ രാജാവ് ഒരു മടിയും കൂടാതെ തൻ്റെ ശരീരത്തിന് പകുതി രണ്ടാക്കി മുറിച്ചിട്ട് ആ കടുവയ്ക്ക് നൽകാൻ ആജ്ഞാപിച്ചു. അങ്ങനെ വലിയ വാള് കൊണ്ടുവന്ന് രാജാവിനെ രണ്ടായി മുറിക്കാൻ തുടങ്ങുമ്പോൾ രാജാവിൻ്റെ ഇടത്തെ കണ്ണുക്കൂടെ ഇങ്ങനെ കണ്ണീര് വരികയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേണ്ട വേണ്ട, വേദനയോടെയും വിഷമത്തോടെയും കൂടി രാജാവ് പകുതി ശരീരം ദാനം ചെയ്യരുത്. പക്ഷെ അപ്പം രാജാവ് പറയുകയാണ്, ഇടത്തെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണീര് വേദന കൊണ്ടല്ല, കാരണം എൻ്റെ വലതുഭാഗം ഒരു ഉത്തമമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇടതുഭാഗത്തെ കൊണ്ട് അങ്ങനെ ഒരു സൽകൃത്യവും നടത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് എൻ്റെ ഇടത് പകുതി വിഷമിച്ചതാണ് എന്ന് പറഞ്ഞു. രാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ അർജുനൻ യുദ്ധം ചെയ്യണമെന്നില്ല, ഒന്നുമില്ല. ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ബ്രാഹ്മണവേഷം വെടിഞ്ഞിട്ട് വേഗം രാജാവിനെ അനുഗ്രഹിച്ചു. അർജുനൻ്റെ യുദ്ധസാമർഥ്യത്തെക്കാൾ ഭഗവാന് സന്തോഷം നൽകിയത് സ്വയം സമർപ്പിക്കാനുള്ള ആ രാജാവിൻ്റെ ആത്മാർത്ഥതയാണ്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സാണ് ഉണ്ടാവേണ്ടത്. പരമാത്മാവിനെ അറിയുന്നവരിലുണ്ടാകുന്ന ഗുണങ്ങളാണ് സ്നേഹവും കരുണയും ക്ഷമയും ദയയൊക്കെ.